മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം. ഇന്ന് റനിയും അതിൽ സംസാരിക്കുന്നത് ബിന്നിനെയും അക്ബറിനെയും അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെ പറ്റിയിട്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്നുണ്ട് ബിന്നി അങ്ങനെ തന്നെയാണ് കുതിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്, എനിക്ക് കുറേ പ്രാവശ്യം ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റന പറയുന്നുണ്ട് ആര്യൻ്റെ കേസ് വന്നപ്പോൾ ബിന്നി എൻ്റെ കൂടെ നിന്നു, കാര്യം കണ്ട കാരണമുണ്ട്. അക്ബർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിയാക്കിയിട്ട് കുത്തിത്തിരിപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് പാവം തോന്നാറുണ്ട്, പക്ഷേ ചിലപ്പോൾ കാര്യം പറയുമ്പോൾ ആളെ ആ ഒരു രീതിയിലും കുത്തിത്തിരിപ്പ് എന്ന് പറയാറുണ്ട്. ആര്യൻ എന്നിട്ട് എൻ്റെ അടുത്ത് വീണ്ടും വന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ അപ്പോളജി പറഞ്ഞിട്ട് തീർത്തതായിരുന്നു. പിന്നെ വീണ്ടും അത് പറയുമ്പോൾ വീണ്ടും അങ്ങനെ ഒരു ഇമോഷണൽ സമയത്തായിരിക്കും ബിന്നി വന്ന് സംസാരിക്കുക. അപ്പോഴാണ് എനിക്ക് ഡൗട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ അത്രയും സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ പ്രഷറൈസ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ബിന്നി ചെയ്യാറ് എപ്പോഴും എന്ന് പറയാറുണ്ട്. ആളുടെ ഒരു ക്യാരക്ടർ കുത്തിത്തിരിപ്പ് തന്നെയാണ്. നമ്മൾ മെൻ്റലി അത്ര ഡൗൺ ആവുന്ന സമയത്ത് ഇൻജെക്റ്റ് ചെയ്യുക, ഇതാണ് ബിന്നി അവിടെ ചെയ്യാറെന്ന് പറഞ്ഞത്. പക്ഷേ അക്ബർ അത് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ബാക്കിയുള്ളവർ കൺസിഡർ ചെയ്യുമ്പോൾ ബിന്നി അത് ചെയ്ത് പ്രശ്നമാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് അത്രയും പാവം തോന്നാറുണ്ട്, എല്ലാവരും താഴ്ത്തി കെട്ടാറുണ്ട് ബിന്നീനെ പറ്റിയിട്ട്. എനിക്ക് കുറച്ചുകൂടി ആൾ പാവം പോലെ തോന്നിയിട്ടുള്ളത്. പിന്നീടാണ് നമുക്ക് തോന്നുക ശരിയല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അനുമോൾ വരുന്ന സമയത്ത് റെന പറയുന്നത് ശരിക്കും അനുമോൾ പാവമാണ്, പൊട്ടത്തരം പറയുമ്പോൾ പെട്ടു പോകുന്നതാണെന്ന് പറയുന്നുണ്ട്. എല്ലാവരെയും പഠിച്ചു വരുന്നുള്ളൂ, അപ്പോഴാണ് മനസ്സിലാവുന്നത് അനുമോൾ എങ്ങനെയുള്ള ആളാണെന്ന്. ശരിക്കും ഒരു പാവമാണെന്ന് പറയുന്നുണ്ട് റെന. അതിനുശേഷം അതിൽ പറയുന്നുണ്ട് ഇവിടെ സേഫ് ഗെയിം കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനുശേഷം നൂറ പറയുന്നുണ്ട് ഒനിയിലും അഭിലാഷാണ് ഇതിൽ കുറേ കൂടി സേഫ് ഗെയിം കളിക്കുന്നവർ, അവർ ഒരിക്കലും നോമിനേഷൻ വരില്ല, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒരു കാഷ്വലായിട്ടുള്ള സംസാരത്തിൽ നമുക്ക് അവരെ പൊക്കിക്കൊണ്ടുവരാൻ നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം റെന പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇവിടെ ആര്യനും ജിസയിലും അക്ബറും ഷാനവാസും അനീഷും ആണ്. ഇങ്ങനൊരു നോമിനേഷൻ വന്നാൽ ഇവരിൽ ഒരാൾ പോകേണ്ടി വരും, ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ്. അപ്പം ഇവർ പറയുന്നുണ്ട് പക്ഷെ അത് പോവില്ലല്ലോ, അങ്ങനെ വരില്ലല്ലോ, അവർ നമ്മളെ തന്നെയല്ലേ ഇടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം റെന പറയുന്നുണ്ട് അക്ബറിന് നല്ല പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് PR ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജിസയിലും നല്ല സ്ട്രോങ് ആയിട്ട് PR വർക്ക് ഉണ്ട്. ഏറ്റവും ഡിസേർവ് ആയിട്ടുള്ള ആൾ ഫൈനൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ റെന ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നൂറ പറയുന്നുണ്ട് ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ് അക്ബർ എന്നാണ്, നിങ്ങൾക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടല്ലോ എന്നൊക്കെ കളിയാക്കണ പോലെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിഞ്ഞോ അങ്ങനെയുണ്ട്. അപ്പോൾ അല്ല ഞാനൊരു കാഷ്വലായിട്ട് പറഞ്ഞു എന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയേണ്ട ആൾ ഇൻഡയറക്റ്റായിട്ട് പുള്ളി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പം നൂറ അക്ബറിൻ്റെ അടുത്ത് ചോദിച്ചു സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളെ തന്നെയല്ലോ നോമിനേറ്റ് ചെയ്യാറ്, നിങ്ങളത് ചെയ്യില്ലല്ലോ, അത് അത്രയ്ക്ക് തന്നെയുള്ളൂ, നിങ്ങളെ തന്നെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുള്ളൂ എന്ന്. അതിന് ശേഷം അക്ബർ പറഞ്ഞു അപ്പാനി പോകുമെന്ന് വിചാരിച്ചില്ല, നിങ്ങൾ പോകുമെന്നാണ് വിചാരിച്ചത്, അങ്ങനെ പറയാൻ പാടുണ്ടോ, അത് ഞങ്ങളുടെ അടുത്ത് മുഖത്ത് ഇത്രയും ഡയറക്റ്റായിട്ട് പറയാൻ പാടുണ്ടോ, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം അതിൽ പറയുന്നുണ്ട് സാബുമാനെ ആൾ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. ഇന്ന് അവിടെ സ്റ്റാച്ചു ആയിട്ട് നിന്നപ്പോൾ പറഞ്ഞു നീ അത് വെച്ച് തന്നെ നടന്നോ, വേറെ കാര്യമൊന്നുമില്ല, അത് ഭയങ്കര കളിയാക്കിയ പോലെയാണ് പറയുന്നത്, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ പറയുന്നുണ്ട് ഇന്നൊരു സംഭവം ഉണ്ടായി, സാബുമാൻ കുളിക്കാൻ പോയപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് നീ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങണേ, അപ്പോൾ വേണമെങ്കിൽ സാബുമാൻ്റെ അടുത്ത് പറയാം അത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ 1 മണിക്കൂർ ഇനി എത്ര കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറയാം. പക്ഷേ സാബുമാന് സോറി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആൾ ഗെയിം കളിക്കാൻ വരുന്നത്, ആളെന്താ ഇങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും ആളത് റിയാക്ട് ചെയ്യുന്നില്ല, ഈ ഒരു പ്ലാറ്റ്ഫോം അത്ര യൂസ് ചെയ്യുന്നില്ല. അക്ബറിന് ശരിക്കും ജലസിയാണ്, മറ്റുള്ളൊരു ആർട്ടിസ്റ്റിനോട് എന്തിനാണ് ഇങ്ങനെ ജലസി വെക്കണേന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നൂറ പറയുന്നുണ്ട് ഡാൻസ് കളിച്ചപ്പോൾ സാബുമാനൊക്കെ എത്ര നല്ല രീതിയിലാണ് ചെയ്യുന്നത്, അതേപോലെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നുണ്ടെങ്കിൽ ആൾക്ക് മുന്നോട്ട് പോകാം ഗെയിമൊക്കെ എന്ന് പറയുന്നുണ്ട്. ആളുടെ ഇമ്മ്യൂണിറ്റി പവർ കളഞ്ഞത് നന്നായി, ക്യാപ്റ്റൻസി ആവാനുള്ളത് അത് നമുക്കും ഗുണമാവാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ആ ടാസ്കിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ആൾ പറയുന്നുണ്ടായിരുന്നു ഇമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട്, പക്ഷെ നിങ്ങളത് മൈൻഡ് ചെയ്തില്ല, അതെന്തായാലും നന്നായി കാര്യം ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു നൂറ അതിലിൻ്റെ അടുത്ത്. റെന പറയുന്നത് അക്ബറിന് റിയാസിന് ഇഷ്ടമായി എന്നാണ് തോന്നുന്നുണ്ട്, റിയാസിന് തിരിച്ചു അതെ, പക്ഷെ ആളുടെ കൂടെ ഒരു 30 ദിവസം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, ആളുടെ ക്യാരക്ടർ മനസ്സിലാവാൻ പോകുന്നു. നൂറ പറയുന്നത് കുറച്ച് കണ്ടിട്ടല്ലേ വരുന്നുള്ളൂ അതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റെന പറയുന്നുണ്ട് അക്ബറിന് റിയാസിന് ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ റിയാസിന് നെവിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല, ഇടയ്ക്ക് മൈൻഡ് ചെയ്യാനൊക്കെ നടക്കുന്നുണ്ട്. കാരണം കുറേ കൂടി പിന്നാലെ പോയിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ആർക്കാലും ഇഷ്ടപ്പെടില്ല. എനിക്ക് റിയാസിന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ വിചാരിച്ച ആളുടെ പിന്നാലെ പോയി ഇപ്പോഴും നടക്കുന്നില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.